വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ധൈര്യമുണ്ടോ നരേന്ദ്രമോദിക്ക്? ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ അതേ അവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ നരേന്ദ്രമോദിക്കും ഉണ്ടാവും. വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മാഫിയയുടെ തലവന്റെ പേർ പോലും നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അതിന് കാരണം അവരെ വൻതോതിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് ഒരു ദിനേശാണ് ഈ മാഫിയയുടെ തലവനായി പ്രവർത്തിക്കുന്നത്. We are going to be there because this government is going to crack down on students. How many days? Yeah, we are going to be there now. Let us see that. ഈ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കണ്ടേ, അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ, അവർക്ക് ഇവിടെ തുടരണ്ടേ? ഒരു തലമുറ മുഴുവനും നേടിയെടുത്ത സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ സംഘപരിവാറിന്റെ കാൽക്കൽ വെച്ച് പ്രതിഷ്ഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കുമ്പിടാൻ ഈ നാട്ടിലെ കോൺഗ്രസിനും വലതുപക്ഷത്തിനും മടിയുണ്ടാവില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത സംഘപരിവാറിന്റെ മുന്നിൽ ഒരു ഘട്ടത്തിൽ പോലും മുട്ടുമടക്കില്ലെന്ന് മാത്രമല്ല, ജീവൻ അവസാനിക്കുന്നത് വരെയും പോരാടാൻ SFI എന്ന മഹാപ്രസ്ഥാനം ഉണ്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത്. കൂട്ടങ്ങളായെത്തിയ പാറ്റകളെ 56 ഇഞ്ചിന്റെ നെഞ്ചളവ് കാട്ടി കൊന്നൊടുക്കാമെന്ന് മോദി പൂതി പൂർണ്ണമായും പൊലിയുകയാണ്. കാക്കിയിട്ടവനും യൂണിഫോമിനെ മറയാക്കി കാക്കി കളസമിട്ടവരുമൊക്കെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽപ്പെടുത്താവുന്ന കൊടിയ പീഡനങ്ങളും വിദ്യാർത്ഥി സമൂഹം നേരിട്ടു. മെട്രോ റെയിലിന്റെ വാതിലുകൾ അടച്ചു. ഇപ്പോൾ കരിനിയമങ്ങൾ ഏർപ്പെടുത്തി പൂട്ടിടാൻ ശ്രമിക്കുന്നു. ഓർക്കുക, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം ഭാവിയെ ശൂലത്തിൽ കുത്തി തീയിലിട്ട ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് സമരാഗ്നി ഉയർത്തുന്നത്. തങ്ങളുടെ പഠനത്തിന്റെ മൂല്യമെങ്കിലും ഉറപ്പാക്കൂ എന്ന ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥി സമൂഹം ഉയർത്തിയത്. കോക്രോച്ച് ബാനറിൽ തുടങ്ങിയെങ്കിലും ഇടതുപക്ഷ കരുത്തിൽ രാജ്യമാകെ പ്രക്ഷോഭം പടരുകയാണ്. SFI അവകാശ പത്രികാ മാർച്ചിലൂടെ കേരളത്തിൽ ഇന്ന് ഐക്യദാർഢ്യത്തിന്റെ കരുത്തുയർത്തി. നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ. പാർലമെന്റിനുള്ളിലും പുറത്തും ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ ചിറകിൽ മോദി സംഘപരിവാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ രാജ്യമിതാ ഒന്നാവുകയാണ്. NTA പിരിച്ചുവിടണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. താരങ്ങൾക്കും മതേതര മനസ്സുകൾക്കും പുറമെ ഇതാ നിങ്ങളുടെ സംഘപരിവാറിന്റെ കൂട്ടത്തിലുള്ളവരും സമരത്തെ പിന്തുണയ്ക്കുന്നു. മോദി ഷോ മാതൃകയിൽ ഡയലോഗും കൃത്രിമാഭിനയത്തിന്റെ ആക്ഷൻസുമായി ഇനി രാജ്യത്തെ കബളിപ്പിക്കാമെന്ന് കരുതേണ്ട. കാണുക മോദിയും കൂട്ടരും. ന്യായമായ അവകാശത്തിനായി സമരാഗ്നി ഉയർത്തിയ തെരുവുകളിൽ ഉയിർക്കൊള്ളുന്ന സ്ഫുലിംഗങ്ങൾ പോലും കേന്ദ്ര ഭരണകൂടമേ നിങ്ങൾക്ക് താങ്ങാനാകില്ല. ഇത് ഇന്ത്യ എന്ന മഹാപ്രക്ഷോഭങ്ങളുടെ രാജ്യം കൂടിയാണ്. സമരസഖാക്കൾ ലക്ഷ്യത്തിലെത്താൻ ഇനി എത്ര ദൂരം മാത്രം? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: PS സഞ്ജീവ്, SFI; ഗോകുൽ കൃഷ്ണൻ, ABVP; രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി. ആദ്യം ABVP വക്താവ് ശ്രീ ഗോകുൽ കൃഷ്ണനിലേക്ക്. ഗോകുൽ കൃഷ്ണൻ, കണ്ടില്ലേ ദില്ലിയിലെ പ്രക്ഷോഭം? കണ്ടില്ലേ കേരളത്തിലെ പ്രക്ഷോഭം? രാജ്യമാകെ ഒന്നിക്കുകയാണ് ഈ മോദിയുടെ ഭരണകൂട വൈകല്യങ്ങൾക്കെതിരെ. അല്ല, ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നീറ്റുമായി ബന്ധപ്പെട്ട സമരം ഏതാനും ദിവസങ്ങളായി ഭാരതത്തിൽ സ്ഥിരാകേന്ദ്രത്തിൽ തലസ്ഥാനത്ത് ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ABVPയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ABVP വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഈ വിഷയത്തിലടക്കം എല്ലാ വിദ്യാർത്ഥി വിഷയങ്ങളും നിന്നിട്ടുള്ളത് എന്ന് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ വിഷയം നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ നാൾ വഴികൾ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് മെയ് 3-ാം തീയതി പരീക്ഷ നടക്കുന്നു. ഏതാനും 4 ദിവസങ്ങൾക്കകം തന്നെ അതിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം NDAക്ക് ലഭിക്കുന്നു. അവർ സംസ്ഥാന പോലീസിന് കേസ് കൈമാറുന്നു. അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്ന് മെയ് 9-ന് തന്നെ ഡൽഹിയിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVPയുടെ നേതൃത്വത്തിൽ
വലിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭം NDAക്കെതിരെ ഈ സംവിധാനത്തിനെതിരെ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം 12-ാം തീയതി ഈ കേസ് CBI ഏറ്റെടുക്കുന്നു, 13 പ്രതികളെ പിടിക്കുന്നു. പിന്നീടാണ് ജൂൺ 21-ാം തീയതി റീനീറ്റ് എക്സാം നടക്കുന്നത്. അതിനുശേഷം ജൂലൈ 16-ന് ഇതിൻ്റെ വീണ്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത്തരത്തിൽ ഏകദേശം പരീക്ഷ എഴുതി 56% വിദ്യാർത്ഥികൾ അതിൻ്റെ കട്ട് ഓഫ് പാസ്സായി അവർ പഠനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ന് തലസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമരം, ആ സമരം വിദ്യാർത്ഥികളുടെ സമരമല്ല, മറിച്ച് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമാണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, ആരൊക്കെയാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ഈ പ്രശ്നം നമ്മൾ ഉയർത്തിയപ്പോൾ, ആദ്യ സമയത്ത് വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് നമ്മളോടൊപ്പം 10,000-കണക്കിന് നീറ്റ് ആസ്പിറൻസ് നമ്മളോടൊപ്പം അണിചേർന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ എത്ര വിദ്യാർത്ഥികളാണ്, എത്ര നീറ്റ് NDA ഡയറക്ടർ രാജിവെക്കുക, അതോടൊപ്പം തന്നെ ഈ സംവിധാനത്തിൽ വർഷങ്ങളായിട്ടെന്ന് പറയുന്ന സമയത്ത് പതിറ്റാണ്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിലെ പിഴവുകൾ, ഈ മത്സര പരീക്ഷകളിലെ പിഴവുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥി പരിഷത്ത് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചത്. ആ സമയത്ത് ABVPയോടൊപ്പം ആയിരക്കണക്കിന് നീറ്റ് ആസ്പിറൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ ഇന്ന് CJP പാറ്റ സമരത്തിൽ എത്രത്തോളം വിദ്യാർത്ഥികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിക്കുക, ആരൊക്കെയാണ് അവിടെ ആ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? തീർത്തും അവരുടെ പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇന്ന് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് റീനീറ്റ് നടന്നു, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. നീറ്റ് ആസ്പിറൻസ് അല്ലെങ്കിൽ അതിൽ ഒന്നാമത്തെ ഘട്ട കൗൺസിലിംഗും കഴിഞ്ഞു. ഏകദേശം 1,00,000-ലധികം വിദ്യാർത്ഥികൾ NTA ഡയറക്ടർക്കാണോ അതിന്റെ ചുമതല വരുന്നത്? പക്ഷേ ഇന്ന് കൃഷ്ണൻ, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ തന്നെ പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നതാണ് ഇവിടുത്തെ ആവശ്യം. അല്ലാതെ നിങ്ങൾ ഭരണകൂടവുമായി ചേർന്നുള്ള ഒരു 2001 മുതൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളൊക്കെയും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ താത്കാലിക സ്റ്റാഫുകൾ ഉൾപ്പെടെ വലിയ അഴിമതി ആ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഇന്ന് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ സമര കോലാഹലങ്ങളൊക്കെയും കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത്, ഈ CPM എന്ന് പറയുന്ന പാർട്ടി പുറത്ത് നിന്ന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഇന്ന് ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രി, ആ മന്ത്രി അവിടെ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്ത്, മറിച്ച് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീനീറ്റ് എക്സാം നടത്തി 1 മാസത്തിനകം തന്നെ പുതിയ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ എല്ലാ ആശങ്കയും പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറന്നുപോയൊരു കാര്യം, 2014 നീറ്റിന്റെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. ആ സമയത്ത് ABVP സമരം ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് മുൻ ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി, ഡോക്ടർ രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ റിപ്പോർട്ട് 2024 അവസാനത്തോടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം 2027 മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നത്. ഇന്ന് നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും അഴിമതിക്ക് ഒരു ചെറിയ ഇടപോലുമുള്ള എല്ലാ സംവിധാനങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനത്തിലേക്ക് ഈ മത്സര പരീക്ഷകളെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ABVP നേതാവിന് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ആശങ്കയെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെടുത്തി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയാനാകുന്നത് എന്നത് എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്നു. താങ്കൾ ചോദിച്ച രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സഞ്ജീവ് പറയട്ടെ. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു. 22 വിദ്യാർത്ഥികൾക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നു ഗോകുൽ. 22 വിദ്യാർത്ഥികൾക്ക് ആശങ്ക പരിഹരിച്ചോ? പ്രശ്നം പരിഹരിച്ചോ? അവരുടെ മാതാപിതാക്കൾക്കും ആ കുട്ടികളുടെ ജീവനും പൊലിഞ്ഞതിൽ ആർക്കാണ് പരിഹരിക്കാനാകുന്നത്? 1. 2. 25 ലക്ഷം കുട്ടികൾ നേരിട്ടിടപെട്ടു ഈ പരീക്ഷയിൽ. അവരുടെ കുടുംബങ്ങൾ അവരാശങ്കയിലായത് മാത്രമല്ല, നമുക്ക് അറിയാവുന്ന കണക്കുകളാണ് 22 മരണമെന്നത്. അതിനപ്പുറത്തേക്ക് മരിച്ചവരുണ്ടാകാം, അതിനപ്പുറം ഇപ്പോഴും മാനസികമായി ട്രോമയിൽ ഉൾപ്പെട്ടവരുണ്ടാകാം, ഇനി പരീക്ഷ എഴുതാൻ കരുത്തില്ലാതെ പൊലിഞ്ഞു പോയവരുണ്ടാകാം. അത് ആ പരീക്ഷ എന്നത് മാത്രമല്ല, ആ സംവിധാനം, ആ നടത്തിപ്പ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോലുമാണ് ഈ പലവിധത്തിലും രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഭാഗമാക്കായത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം തന്നെ പൊളിക്കണം. അതാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. മറുപടി പറയാം ഗോകുൽ. അജിംഷാദ്, ഒരു കാര്യം, ഒന്ന്
ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു ഈ സംവിധാനത്തിൽ 22 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്. അതിൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ജീവന്റെ വില, ആ ഒരു വിദ്യാർത്ഥിയെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അത് ഈ സംവിധാനത്തിന്റെ അനാസ്ഥ തന്നെയാണ്. അങ്ങനെ ഈ മുഴുവൻ വിദ്യാർത്ഥികളുടെ ക്ലേശം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മെയ് 9-ാം തീയതി അന്ന് തെരുവിലിറങ്ങി ഒരേ ഒരു സംഘടന ഈ രാജ്യത്ത് ABVP ആണെന്നേ. SFI എവിടെയായിരുന്നു, ASF എവിടെയായിരുന്നു, ഈ ബാക്കിയുള്ള അവിയൽ മുന്നണി വിദ്യാർത്ഥി സംഘടനകളൊക്കെ എവിടെയായിരുന്നു? 6 ദിവസം ദിവസം ഈ വാർത്ത ആദ്യം ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ സ്റ്റാൻഡ്? അജിംഷാദെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നടക്കുന്ന സമരം വിദ്യാർത്ഥി സമരം അല്ലെന്നേ. ഇപ്പൊ നടക്കുന്ന സമരം വിദ്യാർത്ഥി സമരം അല്ലെന്നേ. ഇപ്പൊ നടക്കുന്ന സമരം നിക്ഷിപ്ത താല്പര്യങ്ങൾ, രാജ്യവിരുദ്ധ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കർഷകർ ദേശവിരുദ്ധരായിരുന്നു, താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ ദേശദ്രോഹികളായിരുന്നു, ചൈനാചാരന്മാരായിരുന്നു. ഇപ്പോൾ ഇവരും ദേശദ്രോഹികളാണ്. ശരി, നമുക്ക് തിരിച്ചെത്താം. നമുക്ക് അതിന്റെ മറുപടി ഒന്ന് കേൾക്കാം. ശ്രീ PS സഞ്ജീവ്, നിങ്ങൾക്ക് ദേശവിരുദ്ധ ഇലമെന്റുമായി ചേർന്ന് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണോ സമരം? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത്? ആദ്യം ABVP ഇറങ്ങിയില്ലേ? അന്ന് നിങ്ങളൊക്കെ എവിടെയായിരുന്നു? മാത്രമല്ല, ഈ വിദ്യാർത്ഥികളുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചതിന് ശേഷം എന്തിനാണ് ഈ സമരം? ഇതാണ് ചോദ്യം. ഒന്ന്, ഈ രാജ്യസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവരിങ്ങനെ അടിച്ചടിച്ച് വെക്കുന്നുണ്ട് നമുക്കൊക്കെ തരാൻ. കാരണം ഇവരാണല്ലോ ഈ രാജ്യത്തെ കൊണ്ടു കിടക്കുന്ന തറവാട്ട് സ്വത്ത് മൊത്തം ഇവരുടെ കയ്യിലാണല്ലോ. ഇവരാണല്ലോ ഈ രാജ്യത്തിൻ്റെ പൂർവികന്മാർ. ഇവരാണല്ലോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് വന്നത്. ഇവരാണല്ലോ ഈ രാജ്യത്ത് ബ്രിട്ടൻ്റെ പാദസേവ ചെയ്തത്. മാപ്പെഴുതി കൊടുത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാപ്രസ്ഥാനമേ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായി പോയേനെ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കള്ളമൊക്കെ വേറെ എവിടെയും കൊണ്ടുപോയി ചിലവാക്കണം. നിങ്ങൾ ഈ 3-ാം തീയതി നീറ്റ് അട്ടിമറി പരീക്ഷ നടത്തി, പിറ്റേ ദിവസം തൊട്ട് ആശങ്ക വന്നു, പിന്നീട് സമരങ്ങളുണ്ടായി. ആ സമരങ്ങളുടെ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ NTA-യിലേക്ക് ഇത് തിരിച്ചുവിട്ട് സർക്കാരെ രക്ഷിക്കാനാണ്, പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാനെയും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് NDA-യും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഈ പണിയെടുത്തത്. ശരിയാണ്, നിങ്ങൾ അന്ന് പ്രകടനം നടത്തി. പക്ഷെ ആ പ്രകടനം നടത്തിയതിൻ്റെ ആദ്യത്തെ പ്രകടനം നടന്നത് തിരുവനന്തപുരത്താണ്. ആ കേരളത്തിൽ നടന്ന പ്രകടനം, ആ തിരുവനന്തപുരത്തെ പ്രകടനത്തെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ് ഞാൻ. ആ പ്രകടനത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സഖാക്കൾ ജയിലിൽ പോയി. അന്ന് കേരളത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനും പ്രശ്നം ഉണ്ടായതിൻ്റെ ഭാഗമായി അന്ന് പോലീസ് ആക്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ്. അന്ന് ABVP എങ്ങോട്ടേക്കാണ് മാർച്ച് ചെയ്തതെന്നെങ്കിലും ഒന്ന് ഗോകുൽ പറയണം. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് എവിടെയോ മാർച്ച് ചെയ്തു എന്നാണൊക്കെയാണ് പറയുന്നത്. കേരളത്തിലെ ABVP എവിടെയായിരുന്നു എന്നുള്ളത് ഗോകുലിന് പറയാൻ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, NTA-ക്കെതിരെയുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. NTA-ക്കെതിരെയാണ് ഇത് മൊത്തം നിൽക്കുന്നത്. ഗോകുൽ മനസ്സിലാക്കേണ്ടത് NTA രൂപീകരിച്ചതാരാ? NTA ആരാണ് രൂപീകരിച്ചത്? NTA രൂപീകരിച്ചത് നിങ്ങളുടെ സർക്കാരല്ലേ? NTA രൂപീകരിച്ചത് UPA സർക്കാരാണോ? ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് ഈ പരീക്ഷ എത്തിച്ചതാരാ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഈ പരീക്ഷയിലേക്ക് എത്തിച്ചതാരാ? അതും നിങ്ങളുടെ സർക്കാരല്ലേ? വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ കീഴിലുണ്ടായിരുന്ന ഈ പരീക്ഷയെ ഇങ്ങനെ ആക്കിയതാരാ? അത് BJP സർക്കാരല്ലേ? അല്ലേ? തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ഗവൺമെൻറ്റും തമിഴ്നാട്ടിലെ ജനതയും ഇപ്പോഴും ഇതിനെ ശക്തമായി എതിർക്കുകയല്ലേ? കേരളം പോലുള്ള സംസ്ഥാനം അതിൻ്റെ ആശങ്ക അന്നു തൊട്ടേ അറിയിച്ചില്ലേ? നിങ്ങൾക്ക് ഈ പരീക്ഷ നടത്താൻ കഴിയുന്നുണ്ടോ? നേരാൻ വണ്ണത്തിൽ പരീക്ഷ നടത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ പരീക്ഷ റദ്ദാക്കി കളഞ്ഞത് അല്ലെങ്കിൽ റദ്ദാക്കുന്നതിൻ്റെ പേരിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത് NTA-യുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നടത്തിയത്. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അറസ്റ്റ് ചെയ്ത് CBI അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കിയത് എന്താ? യുവമോർച്ചയുടെ നേതാവാണ്, രാജസ്ഥാനിലെ യുവമോർച്ചയുടെ നേതാവാണ് ചോദ്യപേപ്പർ ചോർച്ച നടത്തിയിട്ടുള്ളത്. പിന്നെ ഇത് പുറത്തുവിട്ടത് NTA അല്ല, പുറത്തുവിട്ടത് ടെലഗ്രാം എന്ന ആപ്പാണ്. ടെലഗ്രാം എന്ന ആപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ കുട്ടികൾ തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് പുറത്തു വന്നത്. അല്ലാതെ യുവരാജ് പറയുന്നത് പോലെ കള്ളം പറയരുത്. നിങ്ങളെ NTA ഒന്നല്ല ഇത് പുറത്തുവിട്ടത് ടെലഗ്രാമിലൂടെ പുറത്തു വന്നുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളാരും വന്നിട്ട് അയ്യോ ഞങ്ങൾ പേപ്പർ ലീക്ക് ചെയ്തതെന്നും പറഞ്ഞു എന്നല്ല. പേപ്പർ ലീക്ക് ചെയ്ത NTA-യാണ്. ഇതെന്താണ് ഈ പറയുന്നത്? ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അതുമാത്രമാണോ? 13 പ്രതികളിൽ രാജസ്ഥാനിലെ ഈ പറഞ്ഞ യുവമോർച്ച നേതാവില്ല, അത് നിരാകരിക്കാൻ ഈ പറഞ്ഞ ഗോകുലിന് പറ്റുമോ? ഗോകുലിന് ആ നിലപാടുണ്ടോ? അതോടൊപ്പം 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു രാജ്യത്ത്. അതിലൊരു കുട്ടി കേരളത്തിലെ ഐജ മഹേഷ്. ഈ കുട്ടികളുടെ ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് ഉണ്ടാവേണ്ട നഷ്ടപരിഹാരം
അതോടൊപ്പം അവരുടെ ഭാവി, അവരുടെ ജീവൻ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ ജീവൻ ഈ രാജ്യത്തിൻ്റെ സമ്പത്തല്ലേ? അത് നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഒരു പരീക്ഷാ നടത്തിപ്പ് പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത ഒരു രാജ്യത്തെ സർക്കാരായി നമ്മുടെ സർക്കാർ മാറുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് ആദ്യമായിട്ടാണെങ്കിൽ പ്രശ്നമില്ല. കഴിഞ്ഞ ഈ പറഞ്ഞ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ, നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152 പേപ്പർ ലീക്കാണ് രാജ്യത്ത് നടന്നത്. 152. അതിൽ നീറ്റ് പെടും, നെറ്റ് പെടും. ഇനി പോട്ടെ, CBSE, ഇത്തവണത്തെ CBSE പരീക്ഷ എന്തായിരുന്നു സ്ഥിതി? ഗൂഗിൾ പറയൂ. CBSE പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോഴും ആശങ്കയിൽ നിലനിൽക്കുകയല്ലേ? പല കുട്ടികളും ഇപ്പോഴും പരാതിയിലല്ലേ? ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന അങ്ങേയറ്റ സംഘപരിവാറിന് അനുകൂലമായി, സംഘപരിവാറിന് ഈ പറഞ്ഞ അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി CBSEയിൽ കുറച്ച് അഴിമതി നടത്തണം. 800 കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടി ഒരു ആപ്പ് വെക്കണം. OSM നടപ്പിലാക്കുന്നതിന് വേണ്ടി കോംപാക്റ്റ് എന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് നിങ്ങൾ എല്ലാ മാനദണ്ഡവും മറികടന്ന് പ്രൊജക്റ്റ് കൊടുത്തു. ആ കമ്പനി കേരളത്തിലെ കണ്ണൂർ സർവകലാശാല ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. കേരളത്തിലെ കണ്ണൂർ സർവകലാശാലക്ക് ഫ്രോഡുലൻ്റായ ഒരു കമ്പനിയാണ് കോംപ്റ്റ് എന്ന് മനസ്സിലായെങ്കിൽ രാജ്യത്തെ CBSEക്ക് അത് മനസ്സിലായില്ലേ? കോടിക്കണക്കിന് രൂപയുടെ ടെൻഡർ കൊടുത്ത് നിങ്ങൾ പണം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? CBSEയുടെ കുട്ടികൾ വഴിയാധാരല്ലേ? അവരിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്തില്ലേ? ഇത് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസത്തെ ബാധിച്ചില്ലേ? എല്ലാം പോട്ടെ, രാജ്യത്ത് 90,000 പൊതുവിദ്യാലയങ്ങൾ മോദി ഭരണത്തിൽ പൂട്ടിയിട്ടുണ്ട്. എന്താ ഇദ്ദേഹത്തിന് പറയാനുള്ളത്? നിങ്ങൾ ABVPയുടെ നേതാവല്ലേ? രാജ്യത്തെ സുപ്രധാനമായ സംഘടനയുടെ നേതാവല്ലേ? 90,000 പൊതുവിദ്യാലയങ്ങൾ പൂട്ടിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിന്മേലുള്ള നിലപാട്? 20 സ്റ്റാഫുകൾ മാത്രമുള്ള NTA കൊണ്ട്, സ്ഥിരം സ്റ്റാഫുകളായി 20 പേർ, അതും ഡെപ്യൂട്ടേഷനിലാണ് NTAയിൽ പ്രവർത്തിക്കുന്നത്. അവരെ കൊണ്ട് എങ്ങനെയാണ് 23 ലക്ഷം പേര് വരുന്ന ഈ പരീക്ഷ നടപ്പിലാക്കുക? സ്വാഭാവിക യുക്തിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, അത് നടപ്പിലാക്കാൻ കഴിയില്ല. എന്തൊക്കെ ഫ്രിസ്കിംഗ് ആണ് നിങ്ങൾ നടത്താറ്? കേന്ദ്ര സർക്കാരിൻ്റെ റെഗുലേഷൻ പ്രകാരം അടിവസ്ത്രം വരെ ഊരിയിട്ടാണ് ഫ്രിസ്കിംഗ് നടത്തുക നീറ്റ് പരീക്ഷയിൽ കയറണമെങ്കിൽ. എന്നിട്ട് ചോദ്യപേപ്പർ ചോർത്തിയത് ഈ കുട്ടികളാണോ? പരീക്ഷ എഴുതിയ കുട്ടികളാണോ? ചോർത്തിയത് സംവിധാനമാണ്, ഭരണകൂടമാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി ഉത്തരവാദിയാണ്. കാരണം സ്ഥിരമായിട്ട് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുക. അപ്പോൾ മന്ത്രി ഉത്തരവാദിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക മന്ത്രി ഉത്തരവാദിയല്ല, ഇപ്പോൾ സമരം നടത്തുന്നവരൊക്കെ ദേശദ്രോഹികളാണ്? ഇത് തന്നെയാണ് അന്ന് ബ്രിട്ടനും പറഞ്ഞത്. അന്ന് ബ്രിട്ടനും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളും പറയുന്നു. നിങ്ങൾ ആരാണ് ഇതൊക്കെ തരാൻ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാലിഡായ പോയിന്റ് ഉണ്ടോ? ഈ സമരം ചെയ്യുന്ന കുട്ടികൾ, ഇന്നലെ അവിടെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്ത കുട്ടികളിൽ അവരുടെ കൈകളിൽ നീറ്റ് പരീക്ഷയുടെ ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് വന്ന കുട്ടി എന്താ? കുട്ടിയല്ലേ? അവരെന്താ പിന്നെ ചട്ടിയാണോ? നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? ABVP എന്നും പറഞ്ഞിട്ട് എന്തും വന്ന് ഇവിടെ വന്ന് എഴുന്നള്ളിക്കാന്നാണോ? കേരളമാണ്. നിങ്ങൾ ഈ പറഞ്ഞ അർണബ് ഗോസ്വാമി ഒന്നല്ല ഇവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വന്നിട്ടുള്ള കുട്ടികളെ അടിച്ചത്, ഇന്നലെ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത്? നിങ്ങളെന്തിനാണ് ഇന്നലെ SFI വെച്ച ബോർഡ്, നരേന്ദ്രമോദിക്കെതിരെ വെച്ചിട്ടുള്ള തൃശ്ശൂരിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡ്, നിങ്ങൾ എന്തിനാണ് SFI വെച്ചിട്ടുള്ള ബോർഡ് നിങ്ങൾ എന്തിനാണ് അടിച്ചു പൊളിച്ചത്? നിങ്ങളുടെ അസഹിഷ്ണുതയല്ലേ? ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒളിച്ചുകളിയല്ലേ? ഈ നിമിഷം വരെയും നിങ്ങൾ ആ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് വന്നോ? വരണ്ട. നിങ്ങൾ ജന്തർ മന്ദിറിലേക്ക് പോകണ്ട, വേറെ എവിടെയും പോകണ്ട. നിങ്ങൾക്ക് വിദ്യാർത്ഥികളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്യില്ലേ? കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്യില്ലേ? നിങ്ങളൊരു സമരം ചെയ്തില്ലല്ലോ. കാരണം എന്താ? നിങ്ങൾക്കറിയാം ഇതൊക്കെ അട്ടിമറിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഏമാമാർ തന്നെയാണെന്ന്. ആ ഏമാനെ സംരക്ഷിക്കാൻ എന്തായാലും നിങ്ങൾക്ക് കഴിയില്ല. ശക്തമായ സമരം തന്നെയാണ് ഞങ്ങൾ രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു യൂണിയൻ ബഡ്ജറ്റിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് 77 കോടി ഈ രാജ്യത്തെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ജിയോ യൂണിവേഴ്സിറ്റി എന്നാ. ആ യൂണിവേഴ്സിറ്റി എവിടെ? ഒരു കല്ല് പോലും വെച്ചിട്ടില്ല കേട്ടോ. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ സർക്കാർ അങ്ങോട്ട് പണം കൊടുത്തു ഒരു യൂണിവേഴ്സിറ്റിക്ക് 77 കോടി രൂപ. ജിയോ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി എവിടെ? ആ യൂണിവേഴ്സിറ്റി പോലും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ഈ പറഞ്ഞ മോദി അദാനിക്കും അംബാനിക്കും സകലമാനം മുതലാളിമാർക്കും എഴുതി കൊടുത്തു. 90,000 സ്കൂളുകൾ പൂട്ടി. ഈ രാജ്യത്തെ UGCയെ തകർത്തു. ഈ രാജ്യത്തെ നെറ്റ് സംവിധാനത്തെ തകർത്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ തകർത്തു. നീറ്റിനെ തകർത്തു. CBSEയെ തകർത്തു. ഇതിനൊക്കെ തകർത്തു. കേന്ദ്ര സർവകലാശാലകളുടെ എൻട്രൻസ് എക്സാമിനേഷൻ CUET അതിനെ തകർത്തു. അതും ഇത്തവണ അട്ടിമറിക്കപ്പെട്ടു.
ഇതൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ബില്ല വികസിത് ഭാരത് ശിക്ഷ അഭിയാൻ. എന്താ പരിപാടി? എല്ലാ സ്ഥാപനങ്ങളെയും ഇപ്പോൾ ഈ UGC നീറ്റിൻ്റെ പരീക്ഷ നടത്തുന്ന NTA ഇതെല്ലാം വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോവുക. സെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായം. ഈ പരീക്ഷ നടത്താൻ കഴിയാത്ത ഇവർ രാജ്യത്തെ എല്ലാ ഇത്തരം സംഘടനകളെ, പ്രത്യേകിച്ച് UGC പോലുള്ള സംഘടനകളൊക്കെ ഒരുമിച്ചാക്കി, ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഒരുമിച്ചാക്കിയാൽ ദുരന്തമായിരിക്കില്ലേ? അപ്പൊ ഇവരാണോ ഈ രാജ്യത്തെ? ഞാൻ തിരിച്ചെത്താം സഞ്ജീവ്. ശ്രീ രതീഷ് ചക്രപാണി, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ. രതീഷ് ചക്രപാണി, ഈ സംസ്ഥാനങ്ങളുടെ കീഴിൽ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ്, അല്ലെങ്കിൽ ജീർണതകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കപ്പെടാവുന്ന പരിധിയിൽ നമ്മൾ കണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ് ഇങ്ങനെ ഏകീകരിച്ച് നശിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഈ സഞ്ജീവ് അക്കമിട്ട് നിരത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഓരോ കനീഭവിച്ച തെറ്റുകളും ജീർണതയും, അതിനപ്പുറത്തേക്ക് ഇതിൽ വലിയൊരു മാഫിയയുടെ സാധ്യത തന്നെ തുറക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ നീറ്റിൻ്റെ മാത്രം CBSE അടക്കം ഒന്നും എടുക്കണ്ട, നീറ്റിൻ്റെ മാത്രം പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോച്ചിങ് സെൻറ്ററുകൾ അടിച്ചെടുക്കുന്നത്. ഈ ടെലിഗ്രാമിലൂടെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ലീക്കാവുകയും രാജസ്ഥാനിലെ യുവമോർച്ച നേതാവ് വഴി ഇത് പുറത്തു പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിലുള്ള വലിയ സാമ്പത്തികമായ ക്രമക്കേടിൻ്റെ വലിയ മാഫിയാവൽക്കരണമുണ്ട്. ഇതൊക്കെ നാം കാണണം ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലേ രതീഷ് ചക്രപാണി? തീർച്ചയായിട്ടും അജിംഷാദെ, എനിക്കിനി സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ പറയാനുണ്ട്. അത് നീറ്റ് പരീക്ഷയിലേക്ക് വരുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഇന്ത്യയിലെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പ്രേക്ഷകർ. ആ മെഡിക്കൽ എഡ്യൂക്കേഷൻ വഴി ഇത് സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത് വഴി ഏറ്റവും കുറഞ്ഞത് 1,00,000 കോടി രൂപയുടെ വലിയ കൊള്ളയാണ് കേന്ദ്ര ഗവൺമെൻറ്റുകളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടികളോ ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിന് ഞെട്ടിക്കുന്ന കണക്കുകൾ പറയാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഇവിടെ 146 കോടി ജനങ്ങളാണുള്ളത്. ആ ജനങ്ങൾക്ക് വേണ്ട ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് 4.2 മില്യൺ എന്ന് പറഞ്ഞാൽ 42 ലക്ഷത്തോളം വരുന്ന ഡോക്ടേഴ്സാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ളത് 1.39 എന്ന് പറഞ്ഞാൽ 13,90,000 വരുന്ന ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് സ്പെഷ്യലൈസേഷനിലേക്ക് വരുമ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇതിനകത്ത് പിന്നെയും ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് മുഴുവൻ പോകുന്നില്ല. ഇപ്പോൾ കാർഡിയോളജി 10 ലക്ഷം പേർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് 65 പക്ഷെ നമുക്ക് 10 പേര് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. 55 ഷോർട്ടേജാണ് 10 ലക്ഷം പേരുടെ കാര്യത്തിൽ. അതുപോലെ ജനറൽ സർജറിയുടെ കാര്യത്തിൽ 74 വേണ്ടത്, അതിൽ 2 ഉള്ളൂ, 72 ഷോർട്ടേജാണ്. പീഡിയാട്രീഷ്യൻ്റെ കാര്യത്തിൽ 113 വേണ്ടത്, പക്ഷേ 663 വേണ്ടത്, അതിൽ 113 ഉള്ളൂ, 550 ഷോർട്ടേജാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ വലിയ രീതിയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ ഷോർട്ടേജ് ഉണ്ട് ഡോക്ടർമാരുടെ കാര്യത്തിൽ. ഇന്ത്യ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് 4.1 ഡോക്ടേഴ്സാണ്. 1,00,000 പേർക്ക് നമുക്ക് 4.1 ഡോക്ടേഴ്സാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. USA അത് 8.5 ജർമ്മനി 12 ബ്രിട്ടൻ 13.1 ഡെൻമാർക്ക് 21.2 ഇതിങ്ങനെ തന്നെ ഈ ഷോർട്ടേജ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? 1950കളിൽ നമുക്ക് 28 മെഡിക്കൽ കോളേജുകളിലായി ഏതാണ്ട് 2,000-2,500 സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് 800-ലധികം മെഡിക്കൽ കോളേജുകളിലായിട്ട് 1,37,000 സീറ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 5-10 സീറ്റ് കുറയും, 36,997 സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സീറ്റുകളേ ഉള്ളൂ. ഈ സീറ്റുകൾ വഴി എന്താണ് വലിയ ലാഭം ഇത്തരത്തിൽ സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത്? എന്താണ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടി പങ്കാളിത്തമുള്ള ടെസ്റ്റ് നടത്തിയുള്ള കുഴപ്പമെന്ന് വിചാരിച്ചാൽ ഈ വലിയ ലാഭം കിട്ടില്ല, ഏതാണ്ട് 1,00,000 കോടി രൂപയുടെ പണം കിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കണക്കുകൾ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ 2019 185 ഗവൺമെൻറ് കോട്ട സീറ്റുകളിൽ, ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ CBI എടുത്തേക്കുന്ന കേസാണ്, ഒരു സീറ്റിന് 50-65 ലക്ഷം രൂപ വീതം 100 കോടി രൂപക്ക് വിറ്റു എന്ന് പറയുന്ന ഒരു കേസുണ്ട് 2019 മാത്രം. ഇനി 2021 വരുമ്പോൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഇൻ കർണാടക, അവിടുത്തെ ഇൻകം ടാക്സ് കണ്ടെത്തിയേക്കുന്നത് 402.78 കോടി രൂപയുടെ ഇല്ലീഗൽ മണി ട്രാൻസ്ഫർ നടന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കോഴപ്പണം നടന്നു എന്നാണ്. അടുത്തത് ഹൈദരാബാദ്, തെലങ്കാന 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസാണ്. 12 മെഡിക്കൽ കോളേജുകളിലായിട്ട് 100 കോടി രൂപ 2016 മുതൽ 2022 വരെ നടന്നു എന്നുള്ളതാണ്.
ഇത്തരത്തിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് വായിച്ചാൽ നീണ്ടുപോകും, ലിസ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഇത് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി ഇടപെട്ടിട്ട് 2025 പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കാം അവസാനിപ്പിക്കണം, ഇത് വലിയ കൊള്ളയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പകുതി നിർദ്ദേശങ്ങൾ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൂ. പകരം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനെയും കൂടി സെൻട്രലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രലൈസ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ഫീസുകളെല്ലാം ഒരുപോലെയുള്ളതല്ല. ഇപ്പം ഗവൺമെൻറ് സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസ് കൊടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ 50 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം. അതേസമയം NRI കോട്ടയിൽ വേറൊരു ഫീസാണ്, അതിൻ്റെ 5 ഇരട്ടി ഫീസാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലുള്ള സീറ്റിൽ അതിനേക്കാൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ അതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലും അതുപോലെ തന്നെ NRI കോട്ടയിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ളത് എക്കണോമിക് വീക്കർ സെക്ഷനിലുള്ള കുട്ടികളുടെ സീറ്റുകൾ കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൊള്ളയടിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നീറ്റ് പരീക്ഷയിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒക്കെ വരുന്ന ഒരു കുട്ടിയെ കാണുകയും അവനൊരു 5-10 ലക്ഷം രൂപ കൊടുക്കുകയും അവനോട് മറ്റൊരു പ്രൈവറ്റ് കോളേജിലെ സീറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലെ സീറ്റ് കൂടി നിന്നോട് ഹോൾഡ് ചെയ്യാൻ പറയുകയും ചെയ്യും. അപ്പോൾ അവരത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ഏറ്റവും ഒടുവിൽ ഈ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഹോൾഡ് ചെയ്ത് സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അത് കോളേജിന് കിട്ടും. അപ്പോൾ കോളേജ് അങ്ങനെ വിറ്റിട്ടുള്ളത് 4.23 കോടി രൂപക്കാണ് ഒരു സീറ്റ് വിൽക്കുന്നത്. ഇന്ത്യയിലെ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ, അതായത് ഗവൺമെൻറ് ഏജൻസികൾ തന്നെ പറയുന്നത് അങ്ങനെ തന്നെ 18,000-ഓളം MBBSൻ്റെയും PGയുടെയും സീറ്റുകൾ ഫേക്കായിട്ട് NRI കോട്ടകളിലും ഇതുപോലെ തന്നെ EWS കോട്ടയും ഉണ്ടാക്കിയിട്ടുള്ള ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അതുവഴി കൃത്യമായി ഏജൻറ്റിന് കാശ് കൊടുത്ത് ഇതുപോലെ ടോപ്പറിന് കാശ് കൊടുത്ത് ചെറിയൊരു പണം കൊടുത്തുകൊണ്ട് കോളേജുകൾ വലിയ ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അജീം ഷാദ് മനസ്സിലാക്കേണ്ടത് ഒരു 20,000 സീറ്റുകൾ അങ്ങനെ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ 80,000 കോടി രൂപയിലധികം വരുന്ന കൊള്ള ലാഭമാണ് ഇതുവഴി കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതും കൂടി പോരാതെ, അതായത് അത്തരത്തിൽ സീറ്റ് വിറ്റ് കിട്ടുന്ന കാശ് കൂടി പോരാതെ അത്യാർത്ഥി മൂത്ത് ഇവർക്ക് തോന്നി എന്ന് പറഞ്ഞാൽ നീറ്റും കൂടി അങ്ങോട്ട് എന്ത് ചെയ്തേക്കാം, നമുക്ക് വിൽക്കാം എന്ന് വിചാരിച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ 250 കോടി രൂപയുടെ പണമാണ് അതുവഴി കിട്ടുന്നത്. അത് കിട്ടുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഞാൻ പണ്ട് IIMൻ്റെ കാറ്റ് എഴുതാൻ പോയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്. അപ്പോൾ ആ ലീക്കാകാൻ വേണ്ടി ഓൾ ഇന്ത്യ ലെവലിൽ നെറ്റ്വർക്കുകളുണ്ട്. ആ നെറ്റ്വർക്കുകളിൽ നേരത്തെ ഇവിടുത്തെ SFIയുടെ നേതാവ് പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഭാഗമാക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, വലതുപക്ഷ പ്രവർത്തകരൊക്കെ തന്നെ ഭാഗമാക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ. ആ ഭാഗമാക്കായിട്ടുള്ള ആളുകളുടെ വലിയ പണം കിട്ടുന്നത് കൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ എടുത്ത് പുറത്തേക്ക് കളയാൻ മടിക്കുന്നത്. കാരണം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ദ മണിമാൻ എന്നാണ് BJPയുടെ. ആ മണിമാനും കോർപ്പറേറ്റ് വേൾഡിലും കിട്ടുന്ന ഈ ലക്ഷക്കണക്കിന് കോടി രൂപ ഇതുവഴി വരുന്നു. എവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പണമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മണി റീപ്പിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് 1,37,000-ഓളം വരുന്ന MBBS സീറ്റുകൾ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ MBBS സീറ്റുകളുടെ കാര്യം മാത്രമാണ് കേട്ടോ അജീം ഷാദെ. നിങ്ങൾ അറിയേണ്ടത് 2.5 ലക്ഷത്തോളം സീറ്റുകൾ ടോട്ടലി ഉണ്ട് നീറ്റ് വഴി. അപ്പോൾ ആ സീറ്റുകളിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇനി IITകളുടെ പരീക്ഷ എഴുതുന്ന 16 ലക്ഷം കുട്ടികളുണ്ട്, അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു കൊല്ലം ഒരു 2-3 ലക്ഷം കോടി രൂപ ഉണ്ടാക്കുന്ന പണം കൊയ്യുന്ന വലിയ പദ്ധതിയാണിത്. അതിനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും നടത്തിയാൽ ശരിയാവില്ല, ഞങ്ങൾ നടത്തിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സെൻട്രലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ മാറിയാലും ഇല്ലെങ്കിലും നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ മാറുമ്പോൾ ഇത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി ഒരു വെളിച്ചം വീശലാകും. താൽക്കാലികമായെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് ഗവൺമെൻറ് മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടി, 93 കുട്ടികളാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ മരണപ്പെട്ടത്. ഇപ്പം തന്നെ പറഞ്ഞു 22 കുട്ടികൾ ഈ അടുത്ത് കൊല്ലപ്പെട്ടു ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഈ കൊല്ലാതെ, അതായത് മരിക്കാതെ മരണപ്പെട്ടിട്ടുള്ള നിരവധി കുട്ടികളുണ്ട്. കാരണം 5 കൊല്ലം അവരുടെ ജീവിതത്തിലെ വളരെ ഇൻറ്റൻസായ തീവ്രമായിട്ടുള്ള കോച്ചിങ്ങിലൂടെ പോയതിന് ശേഷം ആ കോച്ചിങ്ങിലെ പ്രഷർ താങ്ങാൻ വയ്യാതെ 24 കുട്ടികൾ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. 23 കുട്ടികൾ 2023 ആത്മഹത്യ ചെയ്തിട്ടുണ്ട്.
17 കുട്ടികൾ ഏറ്റവും ഒടുവിലത്തെ വർഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ള കുട്ടികളിൽ എത്ര പേർക്ക് മാനസിക അസ്വാസ്ഥ്യം വന്നിട്ടുണ്ടാവും നമ്മളൊന്ന് ആലോചിക്കണം. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ മാഞ്ഞാലിയിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചതിൻ്റെ വാർത്തയുടെ ഏറ്റവും ഒടുവിലൊരു വരിയുണ്ട്. കാരണം അവിടെയുള്ള ഒരു ബസ് ഡ്രൈവർ ചാടി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയതിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതി വെച്ചത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നിങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല. തീർച്ചയായും. ശ്രീ ഗോകുൽ കൃഷ്ണൻ, നോക്കൂ, ഇവിടെ 22 വിദ്യാർത്ഥികൾ മരിച്ചു വീണു, നിരവധി വിദ്യാർത്ഥികൾ മരണത്തിൻ്റെ വക്കിൽ കൊല്ലാക്കൊല ചെയ്യപ്പെട്ടു. അതടക്കം മുന്നിൽ വെച്ച് ഇപ്പോൾ PS സഞ്ജീവും രതീഷ് ചക്രപാണിയും ഒക്കെ ഉയർത്തിയ വസ്തുതകളുടെയോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല എൻ്റെ ചോദ്യം. ഇങ്ങനെ അവകാശം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അവകാശത്തിന്മേൽ ധ്വംസനം നടത്തിയ ഒരു സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ എന്തർത്ഥത്തിലാണ് അവർ വിദ്യാർത്ഥികളല്ല, അവർ ദേശദ്രോഹികളാണെന്ന തരത്തിൽ വ്യാഖ്യാനം സൃഷ്ടിക്കുന്നത്? ഗോകുൽ. അജിംഷാദ്, ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ സഞ്ജീവ് സൂചിപ്പിച്ചു. ആദ്യം സഞ്ജീവ് പറഞ്ഞത് ഇത് അർണബ് ഗോസ്വാമിയുടെ ചാനലാണ് എന്ന ധാരണയിലാണ് ആണോ ഞാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ പൂർണ്ണമായിട്ട് സഞ്ജീവേ, ഇത് കൈരളി ചാനലാണ്. ഈ ചാനലിൽ കൈരളിയെ ഉദ്ദേശിച്ചല്ല, അദ്ദേഹം അത് വിശാല പരിപ്രേക്ഷ്യത്തിൽ പറഞ്ഞാണ്. ഈ ഗോദി മീഡിയക്കെതിരെ ആ സമര ജന്തർ മന്ദറിലൊക്കെ വിദ്യാർത്ഥികൾ ഉയർത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ പറഞ്ഞു വെക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കും എന്ന ബോധ്യത്തിൽ തന്നെയാണ് ഇവിടെ വന്നത്. അത് ആദ്യം കൂട്ടിച്ചേർക്കാം. 2, ഇവിടെ പറഞ്ഞു ഈ സംസ്ഥാനങ്ങളിൽ കൃത്യമായി നടന്നുകൊണ്ടിരുന്ന പരീക്ഷകളാണ് ഏകീകൃത മാതൃകയിൽ കേന്ദ്രം അത് കൈയടക്കി വെച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് PSC ഉദ്യോഗാർത്ഥികൾ മണ്ണുവാരി തിന്നുന്ന കാഴ്ചയാണെന്നേ സഞ്ജീവേ. ഇവിടെ കൃത്യമായി ഒരു PSC രാജ്യത്ത് ഏറ്റവും കൂടുതൽ 60 രാജ്യത്തെ നിയമനങ്ങളിൽ 60%-ലധികവും കേരളത്തിലാണ്. ഗോകുലെ, ഞാനൊന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ, താങ്കളെ മനസ്സിലായില്ലേ? അപ്പോ അതിലും വലിയൊരു കാര്യം ഇന്ന് SFI, നിങ്ങളല്ലേ പറഞ്ഞ SFI ആണ്, സഞ്ജീവാണ് ഇവിടെ ആദ്യമായിട്ട് കേരളത്തിൽ ഇത്തരത്തിൽ നീറ്റുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിലേക്ക് ഇറങ്ങിയത്. ആ SFI ഇന്ന് സംഘടിപ്പിച്ച ഒരു സമരമുണ്ടോ ലോക് ഭവന് ഫ്രണ്ടില് മുമ്പിലേക്ക് നിങ്ങൾ നടത്തിയ മാർച്ച്, ആ മാർച്ച് നിങ്ങൾ പരിശോധിക്കുക. ആ മാർച്ചിൽ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ആ മാർച്ചിൽ 2 ഇരിപ്പിടം കൂടി ഇട്ടുകൊണ്ട് അവിടെ ഒന്ന് നിങ്ങളുടെ പഴയ യൂണിവേഴ്സിറ്റി കോളേജിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ശിവരഞ്ജിത്തിനെയും യൂണിവേഴ്സിറ്റി കോളേജിന്റെ യൂണിറ്റ് സെക്രട്ടറി നസീമിനെ ഇരുത്തണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ആ 2 പേർ 2019 നിങ്ങളുടെ സർക്കാരല്ലേ ഭരിച്ചത്. ആ സമയത്ത് ഇവര് PSC പരീക്ഷയിൽ ചോദ്യ പേപ്പറിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി SFI സ്പോൺസേഡ് CPM സ്പോൺസേഡ് തരത്തിലേക്ക് പോലൊരു സംവിധാനത്തെ ഉയർത്തി രാജ്യത്താകമാനം വലിയ രീതിയിൽ 2 വ്യക്തികൾ കാട്ടിയ ഏതെങ്കിലും ഒരു ഒഫൻസ് ആണോ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഈ സിസ്റ്റം, മോദി സർക്കാർ നടപ്പാക്കുന്ന ഈ സിസ്റ്റം, അതിനെതിരായുള്ള സമരത്തെ സംബന്ധിച്ചാണ്. ആ സമരം നടത്തിയ വിദ്യാർത്ഥികളെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ദേശദ്രോഹികൾ എന്ന് വിളിച്ചതെന്നാണ് നിങ്ങളിത് കേൾക്കുന്നേ. സമരത്തെ ഇന്ന് നടക്കുന്ന സമരത്തെ കുറിച്ച് നിങ്ങൾ പറയല്ലേ അജിംഷാദ്? അങ്ങനെയാണെങ്കിൽ ഗോകുൽ കൃഷ്ണൻ വിദ്യാർത്ഥി നേതാവാണെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്ന് കാണണം. കട്ടു, അതായത് ലാത്തി കൊണ്ട് പെൺകുട്ടികളുടെ പിൻഭാഗത്ത് കുത്തുന്നു. എവിടെ നിന്നാണ് നിങ്ങൾ പഠിച്ചത്? ഇന്ന് നടന്ന സമരവേദിയിലെത്തിയതാണ് സഖാവ് പിണറായി വിജയൻ. പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്താണ് PSCയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് 1ാം റാങ്ക് നേടിയത്. പെൺകുട്ടികളെ ലൈംഗികാക്രമണത്തിന്റെ സ്വഭാവത്തിൽ പോലീസ് മർദ്ദിക്കുകയാണ്. ഇനിയുമുണ്ട് കാക്കിയിടാത്തവർ, താടി വളർത്തിയവർ പോലീസുകാരായി. നോക്കൂ, കാരണം എപ്പോഴും നമുക്കറിയാം പോലീസ് ക്ലീൻ ഷേവ് ആയിരിക്കും, സിഖുകാർക്ക് മാത്രമേ അതിനകത്ത് ഇളവുള്ളൂ. നോക്കൂ, അതായത് കാക്കിയിടാതെ താടി വെച്ചതാണ്ട. നോക്കൂ, ഇവരാണ് വിദ്യാർത്ഥികളെ തല്ലുന്നത് പോലീസിനൊപ്പം. ഇതെങ്ങനെ സംഭവിക്കുന്നു ഗോകുൽ? ഈ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? ഒന്നും ഗോകുൽ അഡ്രസ് ചെയ്യുന്നില്ല. നോക്കൂ, ആ വിദ്യാർത്ഥികൾ ഇത് നോക്കൂ ഗോകുൽ, ഈ ദൃശ്യം നോക്കൂ. അതായത് പോലീസിന്റെ ഒരു വേഷഭൂഷാദിയും ഇല്ലാതെ സിവിലിയൻ ഡ്രസ്സിൽ സംഘപരിവാറുകാരെത്തി കുട്ടികളെ മർദ്ദിക്കുകയാണ്.
പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച്. അതിനുശേഷം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ലാത്തി കൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തുകയാണ്. എവിടെ നിന്ന് പഠിച്ചു? ഇങ്ങനെയാണോ നിങ്ങൾ സമരത്തെ നേരിടുന്നത്? എന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേര് ചെയ്ത ഏതോ ഒഫൻസിനെ കുറിച്ച് എടുത്ത് പറയുന്നത്? ഗോകുൽ, എത്ര സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി? അത്രയും മേന്മയുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ ഈ കേരളം ഭരിച്ചത്. എന്നിട്ടാണ് രാജ്യത്തിന്റെ പൊതു വിദ്യാഭ്യാസ മേഖലയെ ബിരിയാണി വരെ കൊടുത്ത നാടാണിത്. എന്താണ് 90,000-ത്തിലധികം പൊതുവിദ്യാലയങ്ങൾ പൂട്ടിയ ഉച്ചക്കഞ്ഞി കേരളത്തിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് പോലെ ബിരിയാണി കൊടുക്കുന്ന പോലെ വിദ്യാർത്ഥികൾക്ക് എവിടെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു നാട് എടുത്തു കാട്ടാമോ? ഗോകുൽ? ശരി 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 രാഷ്ട്രീയ അതാണ്. ഇത് ജനങ്ങൾ കാണുകയാണ്. സഞ്ജീവ്, ഇന്ന് നടക്കുന്ന സമരം, ഡൽഹിയിൽ നടക്കുന്ന സമരം, അജിംഷാദെ ഡൽഹിയിൽ നടക്കുന്ന സമയത്തെ കുറിച്ച് നടക്കുന്ന സമയം നമ്മൾ എന്തുകൊണ്ട് ആദ്യ റൗണ്ടിൽ ഞാൻ അതിനെ ദേശവിരുദ്ധ ശക്തികൾ അതിന്റെ പിന്നിലുണ്ടെന്ന് സംസാരിച്ചു. അതിന് കാരണമുണ്ടെന്നേ. അതിൽ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ഉമർ ഖാലിദിന്റെ അച്ഛനാണ് ഖാസിം റസൂൽ. ആരാണ് ഖാസിം റസൂൽ? സിമിയുടെ തീവ്രവാദ സംഘടനയായ സിമിയുടെ ഫൗണ്ടറാണ്. 2001 പാർലമെന്റ് ആക്രമണ സമയത്ത് നിരോധിക്കപ്പെട്ട സംഘടനയായ സിമിയുടെ നേതാവാണ്. ഉമർ ഖാലിദിനെ ഫ്രീ ആക്കുക, ഫ്രീ ഉമർ ഖാലിദ്. അതാണ് ഇന്നലെ ഉയർന്നൊരു പോസ്റ്റർ, ഒരു ബോർഡ്. ഉമർ ഖാലിദ് ആരാണ്? JNUവിൽ ഭാരത് തേരെ ടുക്കഡേ ഹോങ്കെ ഇൻഷാ അല്ലാഹ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അഫ്സൽ ഗുരു എന്ന തീവ്രവാദിയെ വെറുതെ വിടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച നേതാവാണ് ഉമർ ഖാലിദ്. ഇതാണോ വിദ്യാർത്ഥി സമരം? പിന്നെ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി അജിംഷാദെ കേക്കൂ. അതിഷി എന്താ പറഞ്ഞേ? അതിഷി പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. ഇന്നലെ ഉണ്ടായ സംഭവം പഞ്ചാബിൽ ഭഗവന്ത് മാനാണ് മുഖ്യമന്ത്രി. അവിടെ ഫാർമസി ഉദ്യോഗാർത്ഥി നിയമനം, അതുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു. എന്താ അതിഷിക്ക് അതിലൊന്നും മിണ്ടാനില്ലേ? ഇവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷികളായിട്ടുള്ള CPM-നൊന്നും പറയാനില്ലേ? MAVP-ക്കൊന്നും പറയാനില്ലേ? പിണറായി വിജയന് പറയാനില്ലേ? രാഹുൽ ഗാന്ധിക്ക് പറയാനില്ലേ? പിന്നെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പോയി ഇരിക്കുകയാണ് അവിടെ ഇരിക്കുകയാണ്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയുടെ സമരത്തിനൊന്നും പോയതല്ല, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ആഘോഷത്തിനായിട്ട് എന്തോ ഒരു പ്രത്യേക മൂഡിൽ വൈബിൽ ചെന്നതാണ്. അതിനുശേഷമാണ് സമരം. അല്ല ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ. സംഘപരിവാറുകാർ പോലീസ് ലാത്തിയുമായി എന്തിനാണ് വിദ്യാർത്ഥികളെ തല്ലുന്നത്? അവർക്കാരാണ് അതിനുള്ള അവകാശം കൊടുത്തത്? അത് മാത്രമല്ല, ലാത്തി ഉപയോഗിച്ച് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നതാണോ പോലീസിന്റെ പ്രതിരോധം? കാണൂ ദൃശ്യങ്ങൾ. അതിന് മറുപടി ഉണ്ടോ ഗോകുലിന്? പഞ്ചാബിലേക്ക് പോയല്ലോ, ഡൽഹിയിൽ വരൂ. വിദ്യാർത്ഥികൾ എന്തിനാണ് കല്ലെറിയുന്നത്? നിങ്ങൾ അതിന് മറുപടി പറയൂ. അതായത് അങ്ങനെ നിങ്ങൾ ABVP-യുടെ സമരങ്ങളിൽ കല്ലെറിഞ്ഞിട്ടില്ലേ? നോക്കൂ ലൈംഗികമായ രീതിയിലാണ് അവരോട് സമരക്കാരോട് പോലീസ് പെരുമാറുന്നത്. നോക്കൂ ലാത്തി ഉപയോഗിച്ച് കുത്തുന്നു പെൺകുട്ടികളെ. ഇതാണോ ABVP സമരം ചെയ്തിട്ടില്ലേ? ABVP UPA കാലത്ത് സമരം ചെയ്തിട്ടില്ലേ? സംസ്ഥാന സെക്രട്ടറി അടക്കം കേരളത്തിലിട്ട് CPM-ന്റെ ഗുണ്ടകൾ ആക്രമിച്ചിട്ടുണ്ട്. എവിടെ ABVP സമരം ചെയ്തിട്ടുണ്ട്, ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. PM ശ്രീയിൽ 21 പേരാണ് ഞങ്ങളുടെ ജയിലിലേക്ക് പോയത്. നിങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് അല്ലല്ല പെൺകുട്ടികളെ കുത്തിയായ ഒരു ഇരവാദവുമില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഇരവാദവുമില്ല. നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചത്. ലൈംഗിക സ്വഭാവത്തിലാണോ പോലീസ് മർദ്ദിക്കുന്നത്? ഒരു കൂട്ടത്തിലുള്ള ഒരു ആക്രമണത്തിൽ അടിക്കുന്ന സമയത്ത് ശരി, പക്ഷേ ഇതങ്ങനെയല്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടികളെ വളഞ്ഞിട്ട് ലാത്തി കൊണ്ട് കുത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ശരി, ഞാൻ തിരിച്ചെത്താം. PS സഞ്ജീവ് നിങ്ങൾ ഗോകുൽ ഞാൻ തിരിച്ചെത്താം. താങ്കൾ പറഞ്ഞു, താങ്കളുടെ വാദങ്ങളൊക്കെ നിരത്തിയല്ലോ. PS സഞ്ജീവ്, നിങ്ങളുടെ സമരത്തിൻ്റെ രീതി ശരിയല്ല, ദേശദ്രോഹ എലമെൻറ്റുകൾ അദ്ദേഹം പറഞ്ഞു, അത് കേട്ടു. 2, ABVP-യും സമരം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിൽ. പക്ഷേ അന്നൊന്നും ഇത്തരത്തിലൊരു വാദം ഉയർന്നിരുന്നില്ല. പഞ്ചാബിൽ ഇത് കണക്ക് ചോദ്യപേപ്പർ ചോർന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ഈ അരി എത്ര എന്ന് പറയുമ്പോൾ പയറിടങ്ങാഴി എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇന്നത്തെ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിലയില്ലേ? നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? PSC ഇന്ത്യയിലെ ഇത്ര 22 വിദ്യാർത്ഥികൾ മരിച്ചെടുത്താണോ ഗോകുൽ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളെ ആളുകളെ പോലെ നിങ്ങൾ ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നേ PSC-യുമായി ബന്ധപ്പെട്ട്? ആരെത്ര പേരുണ്ട്?
പറ, എത്ര പേരുണ്ട്? എണ്ണം പറ. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് എവിടാ? ഏറ്റവും കൂടുതൽ അതേ PSC ക്രമക്കേടിന് ഒത്താശ ചെയ്ത പിണറായി വിജയനാണ് വെറുതെ ഇവിടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന 3.5 ലക്ഷം നിയമനങ്ങൾ നടന്ന നാടിന്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പൂട്ടിക്കെട്ടിയ ആളുകളല്ലേ നിങ്ങൾ? PSC നിയമനം 3.5 ലക്ഷം നടന്ന നാടാണിത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചോദിച്ച എല്ലാത്തിനും ഞാൻ ഉത്തരം തരും. എല്ലാ ചോദ്യത്തിനും ഉത്തരം തരും. 3.5 ലക്ഷം നിയമനങ്ങൾ നടത്തിയിട്ടുള്ള നാടാണ് കേരളം കഴിഞ്ഞ 10 വർഷത്തിൽ. ഞാൻ ചോദിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രകാരം എത്ര പേർക്ക് നിയമനം കിട്ടി? SBIയിൽ എത്ര പേർക്ക് നിയമനം കിട്ടി? DRDOയിൽ എത്ര പേർക്ക് നിയമനം കിട്ടി? LICയിൽ എത്ര പേർക്ക് നിയമനം കിട്ടി? BSNൽ എത്ര പേർക്ക് നിയമനം കിട്ടി? ISROയിൽ എത്ര പേർക്ക് നിയമനം കിട്ടി? ഗോകുലെ ഇതൊക്കെ പോയി അന്വേഷിച്ചാൽ കിട്ടുക സാർ ഇതൊക്കെയും പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് ഇവിടെ ഒന്നും നിയമനമില്ല എന്നാ പറയുക. ആ ഗോകുലാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്, ആ രാഷ്ട്രീയം പേർന്ന ഗോകുലാണ് ഇവിടെ വന്ന് പറയുന്നത് 3.5 ലക്ഷം മനുഷ്യർക്ക് ജോലി കിട്ടിയ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കണമെന്നും അത് പിണറായി വിജയൻ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സംവിധാനമാണെന്ന്. ഈ ആക്ഷേപം ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും മനോഹരമായി PSC പരീക്ഷകൾ നടന്നിട്ടുണ്ട്. അതിനെ തകർക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഏറ്റവും ഭംഗിയിൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഏതോ 2 പേരെ കൊണ്ടുപോയി ഇരുത്തി അവിടെ സ്റ്റേജിൽ ഇരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഇരുത്തുന്നതിൽ ഏറ്റവും നന്നാവുക ഈ പണ്ട് വാജ്പേയി ഒക്കെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ ആളുകൾ ഇപ്പോൾ കുറേ കള്ളപ്പണം കടത്തിയിട്ട് കുറേ പേരെ നിങ്ങൾ പുറത്താക്കി, അവരൊക്കെ നടത്തിയ കുറച്ച് ഇതുണ്ട്, കുറേ കോടിക്കണക്കിന് രൂപയുടെ ഒക്കെ സെൽഫിയൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ABVP പ്രവർത്തനമൊക്കെ പുറത്തു പോയിട്ടുണ്ട്. അമ്മാതിരി പണി എല്ലാവർക്കും ചേരുന്നൊന്നും നിങ്ങൾ കരുതരുത്. നല്ല കള്ളപ്പണവും ഈ ഇന്ത്യയുടെ അയ്യോ സെൽഫി പുറത്തു വന്നതാണ്. കൊടകര നേതാവാണ്. നിങ്ങൾ ABP പുറത്താക്കിയോ? ABP നിങ്ങൾ മുന്നേ പുറത്താക്കിയിട്ടുണ്ടാവും. അയ്യോ അയാള് തന്നെ പുറത്ത് ആ കാര്യങ്ങളൊക്കെ പ്രസ്താവന നടത്തിയതാണ്. അതോടൊപ്പം പറയട്ടെ, വിഷയത്തിലേക്ക് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരവും ഞാൻ എന്റെ വിഷയത്തിലേക്ക് താങ്കളുടെ സമയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അദ്ദേഹം താങ്കളുടെ വാദങ്ങളെല്ലാം താങ്കൾ നിരത്തി. PS സഞ്ജീവ് പറയൂ. അപ്പോ എനിക്ക് നേരെയുള്ള ചോദ്യങ്ങളല്ലേ ബന്ധപ്പെട്ട് ഒരാൾ പോലും അത്തരത്തിൽ പിടിക്കപ്പെട്ടിട്ടോ ഈ സംഭവവുമായി എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം എന്താണെന്ന്. ആ ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും ഞാൻ വേണമെങ്കിൽ വീണ്ടും ഇടും. വീണ്ടും നിങ്ങൾക്കത് മോശമാവും. ഈ വിഷയത്തിൽ നിൽക്കാം. പിൻവലിച്ചതാണെന്നേ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ പിൻവലിച്ചു അവിടെ അവസാനിക്കുന്നില്ല ഗോകുൽ. ഇതൊന്നും നിങ്ങൾക്ക് എല്ലാ കാലത്തും ചെയ്യാൻ അല്ല. ഇവിടെ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്കാണല്ലോ വരുന്നത്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലും സർവത്ര സാമൂഹ്യ മേഖലയിലും നടത്തുന്ന സ്വകാര്യവൽക്കരണം, ഇവിടെ നേരത്തെ നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഈ വ്യത്യസ്ത പാർട്ടികളെ രണ്ടായി മുറിക്കാനും ചില MPമാരെ വാങ്ങാനും സർക്കാരുകളെ പണം കൊടുത്തു വാങ്ങാനും കുതിരപ്പണം അല്ലെങ്കിൽ കുതിരക്കച്ചവടം നടത്തുന്ന കുതിരപ്പണമായി ഉപയോഗിക്കുന്ന അമിത്ഷായുടെ തന്ത്രങ്ങളെന്ന് ഗോഡി മീഡിയ വിളിക്കുന്ന ഒന്നാം തരം ശുദ്ധ തെമ്മാടിത്തരം നടത്താനുള്ള അഴിമതികളുടെ കേന്ദ്രങ്ങളാക്കി ഈ പരീക്ഷകളെയും പൊതുഘടനയും മാറ്റിയിരിക്കുകയാണ് സംഘപരിവാർ. ആ സംഘപരിവാറിൻ്റെ മാസ്റ്റർ പ്ലാനിലെ ഒന്നാണ് ഈ നീറ്റ്. ഈ രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള സാധാരണക്കാരിലെ SC ST OBC വിഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലക്കണം, സർവകലാശാലകൾ ഇല്ലാതാക്കണം, പൊതുഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് പൊതുവിൽ രാജ്യത്തിൻ്റെ പൊതു സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ നീറ്റ് പരീക്ഷയും അട്ടിമറിക്കപ്പെട്ടത്. ഞാൻ ചോദിച്ചതിന് ഒന്നും ഉത്തരവില്ലല്ലോ. നീറ്റിന് CBSEയുടെ വിഷയം, UGCയുടെ വിഷയം, CUETയുടെ വിഷയം, അങ്ങനെ പൊതുവിൽ രാജ്യത്ത് നടക്കുന്ന പ്രവേശന പരീക്ഷകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ വിഷയം എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു കോംറ്റിൻ്റെ വിഷയം, അതിനെക്കുറിച്ച് മറുപടിയില്ല. ജിയോ യൂണിവേഴ്സിറ്റിയുടെ വിഷയം, ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാണ് IIT IIM ക്യാമ്പസുകൾക്ക് പ്രിവിലേജ് കൊടുത്തതുപോലെയാണ് ജിയോ യൂണിവേഴ്സിറ്റിക്ക് അന്ന് പ്രകാശ് ജാവേദ്കർ മന്ത്രിയായിരുന്നപ്പോൾ 2018 കൊടുത്തത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ.
രാജ്യത്ത് സർവകലാശാലകളിൽ വർഗീയത വിളമ്പിയും രോഹിത് വെമുല തൊട്ട് ഫാത്തിമ ലത്തീഫ് വരെയുള്ള വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുകയും സർവകലാശാലകളിലും ഈ ക്യാമ്പസുകളിലും VC-മാരായും മറ്റ് ഉന്നത സ്ഥാനീയരായി സംഘപരിവാറുകാരെ കൊണ്ടിരുത്തി വർഗീയത വിളമ്പുന്ന രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന സംഘപരിവാർ ബോധ്യമാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരകളാണ് നമ്മുടെ രാജ്യത്തെ 21 നീറ്റ് ആസ്പിരൻസ്. അവരുടെ കൊലപാതകം മോദി ഗവൺമെൻറ് നേരിട്ട് നടത്തിയതാണ്. ആ ഉത്തരവാദിത്വം ഇനിയൊരു പരീക്ഷ കൂടി എഴുതാനുള്ള ത്രാണി തങ്ങൾക്കില്ലെന്ന് പറഞ്ഞാണ് 14, 15, 13 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തത്. ഇത് ചെറിയ കാര്യമല്ലല്ലോ. അതിനോടുള്ള ഉത്തരം നിങ്ങൾക്കുണ്ടോ? അതൊന്നുമില്ല. ആ കുട്ടികൾക്കുള്ള വീട്ടുകാർക്കുള്ള ഒരു നഷ്ടപരിഹാരമെങ്കിലും നിങ്ങൾ പ്രഖ്യാപിച്ചോ? ഈ സമരത്തെ നിങ്ങൾ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നുണ്ടല്ലോ. എന്തർത്ഥത്തിലാണ് നിങ്ങൾ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നത്? ആ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു? നിങ്ങൾ സെലക്റ്റീവായി ചില പേരുകൾ പറഞ്ഞല്ലോ. സമരമായി ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെലക്റ്റീവായി പറഞ്ഞല്ലോ. ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ദേശദ്രോഹികളാണോ? BJPക്ക് വോട്ട് ചെയ്തവർ പോലും ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹിളാ മോർച്ച നേതാവിന്റെ മകളടക്കം ഈ സമരത്തെ പിന്തുണച്ചു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ നേതാക്കന്മാരുടെയും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർ പോലും അതിന്റെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ നിലപാട് ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ളതല്ല, ഈ രാജ്യത്തെ സാധാരണക്കാരെയോ ഭരണഘടനയോ അംഗീകരിച്ചുകൊണ്ടുള്ളതല്ല. ഈ രാജ്യവിരുദ്ധമായി യഥാർത്ഥത്തിൽ നിങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തോട് സ്നേഹമുള്ളവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. അതിനുവേണ്ടി സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. ആ പ്രശ്നമാണ് നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെയും ശ്രീമാൻ ABVPയുടെ നേതാവേ ഗോകുലെ ഞങ്ങൾ സമരം ചെയ്യും. ഗോകുൽ കൃഷ്ണ, ചർച്ച അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇന്ന് നിൽക്കുന്നത് മോദിക്കോ അല്ലെങ്കിൽ മോദി ഭരണകൂടമോ വിശദീകരിക്കുന്ന തലത്തിലേക്ക് ഒതുങ്ങുന്ന ആവുകയല്ല ഈ സമരം. കേരളത്തിലടക്കം ഇന്ത്യ ആകെ പടരുകയാണ്. നാളെ കൂടുതൽ ശക്തിയോടുകൂടി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ മോദിയുടെ കേവലമായ ഈ വിഷയങ്ങളിൽ മറുപടി ഉണ്ടായിട്ടുണ്ടെന്ന ട്വീറ്റിലൊന്നും നിൽക്കുന്നതല്ല. കാരണം പാർലമെൻറ്റിനുള്ളിലും പുറത്തുമൊക്കെ ഇന്ത്യ മുന്നണിയുടെയും വിദ്യാർത്ഥികളുടെയും SFIയുടെയും ഒക്കെ തലത്തിലേക്ക് ഈ സമരം അങ്ങനെ വ്യാപിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാദങ്ങൾ മതിയാകില്ല ഗൂഗിൾ. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ യാഥാർത്ഥ്യം. അല്ല, ഞാനിപ്പം ആദ്യമേ ഒരു കാര്യം, ഞാനിവിടെ BJPയുടെ പ്രതിനിധിയായിട്ടല്ല ഇരിക്കുന്നത്, ABVPയുടെ പ്രതിനിധിയായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി പരിഷത്ത് ABVP ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ മെയ് 9-ാം തീയതി തന്നെ ഡൽഹിയിൽ വലിയൊരു തരത്തിലുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പൊ സഞ്ജീവ് എന്തോ ഒരു പോയിന്റ് ഓഫ് ഓർഡർ പോലെ ഉയർത്തുന്നു. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? NTA പിരിച്ചുവിടപ്പെടണമെന്നാണോ? ഈ അഭിപ്രായം കൂടി പറയും. ഷാർപ്പായി ABVP BJP അല്ല എങ്കിൽ ആ ഷാർപ്പായി ഇതിന് മറുപടിയായിട്ട് അവിടെ നിങ്ങളുടെ CJPയുടെ സമരനായകൻ അഭിജിത് ദീപ്കയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ ഈ സിസ്റ്റം നന്നാവുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു. ആ മാധ്യമ പ്രവർത്തകനെ അപമാനിക്കുകയാണ്. എൻ്റെ ചോദ്യം, ഈ സിസ്റ്റം തന്നെ അഴിമതിയിൽ മുങ്ങി നിൽക്കെ, അത് രാജ്യത്തെ മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങളിലെയും അഴിമതിയിൽ മുങ്ങി സംഭവിച്ചു എന്നുള്ളതാണ് എന്റെ മറിച്ചുള്ള ചോദ്യം. വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം അഴിമതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മാർച്ച് 9-ാം തീയതി ഈ മാർച്ച് 9-ാം തീയതി അവിടേക്ക് ഇറങ്ങി പ്രതിഷേധവുമായിട്ട് ABVP മുന്നിട്ടിറങ്ങിയത്. നിങ്ങൾ ചിന്തിക്കുക, അതിനുശേഷമാണ് ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷമാണ് അഭിജിത് ദീപ്കെ വന്നു. ഒരു ദിവസം ജന്തർ മന്ദറിൽ സമരത്തിന് അനുവാദം ചോദിച്ചു, അനുവാദം കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞു, പിന്നീട് അനുവാദമില്ലാതെ പിന്നെയും 20 ദിവസം സമരം ചെയ്തു. ആരും ചെന്നിട്ടില്ല, ആരും ലാത്തി ചാർജിന് ചെന്നിട്ടില്ല. അവിടെ നിരാഹാരം ഇരുന്ന സോനം വാങ്ചുക്കിനെ എടുത്തു മാറ്റിയിട്ടില്ല. അവിടെ എടുത്തു മാറ്റിയത് എപ്പോഴാണ്? കോടതിയുടെ വിധിയുണ്ടായി. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം, അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കണം. ആ സമയത്ത് അദ്ദേഹത്തെ മാത്രമാണ് ആ സമരവേദിയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. വേറെ ആരെയും കായികപരമായിട്ടോ ലാത്തി കൊണ്ടോ ഒന്നും നേരിടാൻ വേണ്ടി ഈ സംവിധാനങ്ങൾ തയ്യാറായില്ല. പിന്നെ എപ്പോഴാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്, അക്രമ സ്വഭാവമുള്ള മാർച്ച് നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ, ഞാൻ മുമ്പ് ആവർത്തിക്കുകയാണ്, നീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി പോലും ഈ സമരത്തിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിച്ചിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതി വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ആ സമയത്ത് പാർലമെന്റ് കൂടിയാണ് കുട്ടികൾ വന്നത്.
അഡ്മിറ്റ് കാർഡോടുകൂടി പരമാധികാരവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചത്. അത്തരത്തിലുള്ള സമരമാണ്. നിങ്ങൾക്കെതിരെ സമരം ചെയ്താൽ ഭാരതത്തിന്റെ അഖണ്ഡത 2014 ശേഷമാണോ ഭാരത രൂപം കൊണ്ടത്? അത് കൊള്ളാലോ ഗോകുൽ. CJPയുടെ ബാനർ ഇത് വേണമെന്നാണ് ഇവിടെ നെഹ്റുവും ജയപ്രകാശ് 20 സംസ്ഥാനങ്ങളിൽ സമരം ചെയ്തു. ഗോകുൽ 20 സംസ്ഥാനങ്ങളിൽ സമരം ചെയ്തു. CJPയുടെ ഒരു ബാനറും വേണ്ട. 20 സംസ്ഥാനങ്ങളിൽ SFI സമരം ചെയ്തു. 28 സംസ്ഥാനങ്ങളിൽ സമരം ചെയ്തെന്നേ. 28 സംസ്ഥാനങ്ങളിൽ സമരം ചെയ്തെന്നേ. മുമ്പ് ചോദിച്ചില്ലേ? മെയ് 14-ാം തീയതി തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ ABVP സമരം ചെയ്തു. അത് എന്തുകൊണ്ട് വാർത്തയായില്ല? ഇത്തരത്തിലുള്ള ദേശദ്രോഹികൾ കാസിം റസൂൽ, ഉമർ ഖാലിദ് പോലെയുള്ളവർ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായി സമരത്തിലാണ്. തമിഴ്നാട്ടിലും ചക്രവാണി ചോദിക്കുന്നു 28 സംസ്ഥാനങ്ങളിൽ ABVPയുടെ ഡിമാൻഡ് എന്തായിരുന്നു? അല്ല, എന്തായിരുന്നു ABVPയുടെ ഡിമാൻഡ്? വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണം, അപാകതകൾ പരിഹരിക്കണം, വീണ്ടും റീനീറ്റ് നടത്തണം, സമയബന്ധിതമായി അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, ഇതിൽ കുറ്റക്കാരായ മുഴുവൻ പേരെയും ശിക്ഷിക്കപ്പെടണം, ഈ കേസ് CBIക്ക് കൈമാറണം. 2024 ABVP സമരം ചെയ്ത എത്രയും വേഗം കറപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിന്റെയും ഉത്തരവാദിത്തം ആർക്കാണ്? ഈ അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? നിങ്ങൾ പറഞ്ഞല്ലോ സിസ്റ്റത്തിൽ വലിയ കറപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് താങ്കൾ ഇവിടെ സമ്മതിച്ചു. താങ്കൾ അതിനെതിരെ 28 സംസ്ഥാനങ്ങളിലും മറ്റേ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ സമരം നടത്തി എന്ന് പറഞ്ഞു. ശരി തന്നെ. എങ്കിൽ ആരാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി? ആ അക്കൗണ്ടബിലിറ്റി മന്ത്രിക്കാണ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആൾക്കാണ്. അത് മാറിയതിന് ശേഷം വേറെ ആരെങ്കിലും വന്നിരുന്നാൽ ചിലപ്പോൾ അത് നടപ്പാകുമോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ പോകുമോ എന്നൊക്കെ ഉള്ളത് സെക്രട്ടറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് നിരവധി മന്ത്രിമാർ ഈ ഇന്ത്യയുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെച്ചോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെച്ചോ? അതേ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഈ ചർച്ചയിലേക്ക് വരും, ഈ ടോപ്പിക്കിലേക്ക് വരും. കേരളത്തിന്റെ ഭാഗം നമുക്ക് വേറെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം വളരെ ലളിതമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ചോദ്യം അനുവദിക്കൂ. താങ്കൾ പറഞ്ഞത് 28 സംസ്ഥാനങ്ങളിൽ താങ്കൾ എന്ത് ചെയ്തു? ഒരു സമരം ചെയ്തു എന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങളുടെ ഡിമാൻഡ്? എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണം, അതായത് ഇത് വീണ്ടും റീ എക്സാം നടത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ ഡിമാൻഡ്. എന്ത് തരം നീതിയാണ്? എങ്ങനെ നീതി ലഭ്യമാക്കുന്നത്? അതായത് ഒട്ടും എഫിഷ്യന്റ് അല്ലാത്ത, ഒട്ടും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മന്ത്രി അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും എന്ത് ചെയ്തോളൂ? ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ആരും തയ്യാറല്ല. അതിന്റെ റിസൾട്ട് സമയബന്ധിതമായി പബ്ലിഷ് ചെയ്യണം. ഇനി മുന്നോട്ടുള്ള അപ്പോൾ ഈ പൊലിഞ്ഞുപോയ വിദ്യാർത്ഥികളോ, അവരുടെ അധ്വാനമോ, അവരെ തൃശങ്കൂലാക്കിയ സംവിധാനമോ അതൊക്കെ രക്ഷപ്പെടുകയല്ലേ? പരീക്ഷകളിലെ വീഴ്ചകൾ അത് ഇനി ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള നിലപാടാണ് നമ്മൾ. 23 കുട്ടികളുടെ തോരാത്ത കണ്ണീരിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. അതിന് നിങ്ങൾ 28 നൂഡിൽസും ഇപ്പുറത്തെ ബദാമും കാര്യമില്ല. നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ഇന്ത്യയിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം വിലക്ക് മേടിച്ചു എന്ന് വിചാരിച്ചു പോയി. നിങ്ങൾക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയത് 54 ചക്രവാണി പറഞ്ഞു. ഞാൻ PS സഞ്ജീവിലേക്ക് അവസാനമായി എത്തുകയാണ്. ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒറ്റക്കാര്യം, ഈ ദേശവിരുദ്ധത അല്ലെങ്കിൽ ഇവരെയൊക്കെ സെലക്റ്റീവായ ചില പേരുകൾ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ട് തുലച്ചു കളയാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റായി മാറിയോ ഈ സമരം? അങ്ങനെയാണോ ഈ ഭരണകൂടം ധരിക്കുന്നത്? അവർക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ധാരണയില്ല, പക്ഷെ പുറത്ത് നടിക്കുന്നത് ഇത്തരത്തിൽ അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ടൂളൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്യുന്നത്. പക്ഷേ ഏത് രീതിയിലായിരിക്കും ഈ സമരം ഇനി പൂത്തുലയാൻ പോകുന്നത്? PS സഞ്ജീവ് നോക്കൂ, RSSന്റെ വിദ്യാർത്ഥി സംഘടന തന്നെ കേരളത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, സിസ്റ്റം ഈസ് ഫുള്ളി കറപ്റ്റ്. സിസ്റ്റം കറപ്റ്റ് ആണ്. നോക്കൂ, ആ സിസ്റ്റത്തെ റണ്ണ് ചെയ്യുന്നത് കഴിഞ്ഞ 2014 തൊട്ട് 12 വർഷമായി റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണ്. RSSകാരനായ നരേന്ദ്രമോദിയാണ്. അതേ RSSന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, സിസ്റ്റം ഈസ് കറപ്റ്റ്.
ആ സിസ്റ്റം ഈസ് കറപ്റ്റ് ആവാൻ കാരണം എന്താ? ആ സർക്കാരാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നു നരേന്ദ്രമോദി, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നു RSS, ആ വിദ്യാർത്ഥി സംഘടനയാണ് ABVP. ആ ABVPക്ക് തന്നെ ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ രാജ്യത്തുള്ള മറ്റ് ജനാധിപത്യ വിദ്യാർത്ഥി സംഘടനകൾക്കും ജനങ്ങൾക്കും മറ്റെന്തായിരിക്കും വ്യത്യസ്ത അഭിപ്രായം? അപ്പൊ നമ്മൾ മനസ്സിലാക്കി. അങ്ങ് പറഞ്ഞ കാര്യമാണ്. ഞാൻ അങ്ങയുടെ വാക്കിൽ നിന്ന് ഒരു വാക്ക് കൂട്ടിയിട്ടില്ല. അങ്ങ് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു വാക്ക് ഞാൻ 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 ആഡ് ചെയ്തിട്ടില്ല. എന്നെ പറയാനുള്ള അവസരം പൂർത്തീകരിക്കും. അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ചർച്ച താങ്കൾ അടക്കം പറഞ്ഞതിനുള്ള മറുപടിയായി അതിന് ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നൊരു ഘട്ടത്തിലേക്കാണ്. PS സഞ്ജീവ് കംപ്ലീറ്റ് ചെയ്യൂ. താങ്കൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല. അങ്ങക്ക് പിന്നീട് പറഞ്ഞതിൽ വന്ന എന്തെങ്കിലും അമളി പറ്റിയെന്ന് കരുതി അങ്ങ് പിന്നെ ഇടപെടുന്നതിൽ ശരിയില്ല. കാരണം ഇത് റെക്കോർഡായി കഴിഞ്ഞു. ഇത് പഴയ പോലെ മാപ്പെഴുതി കൊടുത്ത് പറഞ്ഞതുപോലെയല്ല. പക്ഷെ നിങ്ങൾ പറയുന്നു 2014 ശേഷമാണ് ഇത് വന്നതെന്ന് പറയുന്നു. അവിടെയാണ് അംഗീകരിക്കാൻ പറ്റാത്തത്. ആ ചക്രവാണി എന്തോ ഉയർത്തുന്നു. സഞ്ജീവിലേക്ക് വരാം. ചക്രവാണി പെട്ടെന്ന് സെക്കൻഡുകൾ. ഒരൊറ്റ മിനിറ്റ് അജീബ് ഷാദെ, ഒരു മിനിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് BJPയോട് പോലും പറയാനുള്ളത്, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. ഈ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ പറയുന്ന മന്ത്രിയെ രാജിവെപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ സെറ്റിൽ ചെയ്യുകയും അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും വേണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2022 ശ്രീലങ്കയിലും 2024 ബംഗ്ലാദേശിലും 2025 നേപ്പാളിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷത്തിൻ്റെ പാർട്ടികളെയും അവരുടെ കൺസേണുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയതാണ് പലപ്പോഴും പല രാജ്യങ്ങളിലും അരാജകത്വവാദികളുടെ പ്രതിഷേധം ഉയരാനിടയായത്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പം ഇല്ല. കാരണം എന്ന് വെച്ചാൽ പ്രതിപക്ഷം അതിൻ്റെ കോൺഗ്രസ് തന്നെ അതിൻ്റെ നെടുനായകത്വവും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ അവരോട് ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കൂ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ചക്രവാണി സാർ, ഇത് തന്നെയാണ് അവരുടെയും ഉദ്ദേശം. ഇവിടെ പാർലമെന്റ് സെഷൻ നടക്കുകയാണ്. ഇവർ എന്തുകൊണ്ട് പാർലമെന്റിലേക്ക് വരുന്നില്ല? ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഇവർ ഒരുങ്ങുന്നില്ല. പാർലമെന്റ് ആക്രമിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടുകയാണ് ഇന്നത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തവ്യം. ശരി PS സഞ്ജീവ് കംപ്ലീറ്റ് ചെയ്യൂ. താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. ഇനി ചർച്ച ചെയ്യാൻ തയ്യാറാണല്ലോ. വലിയ അവസരമാണല്ലോ. മൺസൂൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയാനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ആ തുടക്കം മുതലുള്ള ഓരോ സംഭവത്തിലെ അസഹിഷ്ണുത. ഇന്ത്യയിൽ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും കുറവ് പാർലമെന്റ് വിളിച്ചു ചേർക്കപ്പെടുന്ന നാടായി ഇന്ത്യ മാറുന്നതിന്റെ സൂചന ഉണ്ടായത് 2014 ശേഷമാണ്. അതിന്റെ കണക്ക് തന്നെ എടുത്തു നോക്കിയാൽ ഗൂഗിളിന് ഈ ഉത്തരം കിട്ടും. ഗൂഗിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വിളിച്ചു ചേർക്കപ്പെടുന്ന സമയങ്ങളിൽ ഒന്നിനും ചർച്ച ചെയ്യാറില്ല. ഒരു ചർച്ചയും ചർച്ചയ്ക്ക് തയ്യാറാവാത്ത ഗവൺമെന്റാണ് നിങ്ങൾ. അതുകൊണ്ട് ചർച്ചയാണെന്ന് പറയരുത്, ചർച്ചയെന്നൊന്നും പറയരുത്. ഇത് ഇന്ത്യ. അപ്പോ ഈ സമരം ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെയാണ് സമരം. ഈ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടപ്പെടണം. 21 വിദ്യാർത്ഥികൾ അവരുടെ ആത്മഹത്യ, അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഇതിന്റെ മുകളിൽ ശക്തമായ ഒരു അന്വേഷണം സുപ്രീം കോടതിയുടെ ഈ പറഞ്ഞ സർവേലൻസിൽ തന്നെ ഒരു അന്വേഷണം ഉണ്ടാകണം. കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ഘടന പടുത്തുയർത്താൻ കഴിയുന്ന രൂപത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പ് അവകാശം തിരികെ നൽകണം. ഡീസെൻട്രലൈസ് ചെയ്യപ്പെടണം. ഈ പരീക്ഷ നടത്താനുള്ള യാതൊരുവിധ സിറ്റുവേഷനോ അതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യപ്രാപ്തിയോ ഈ സർക്കാരിനില്ല. അതോടൊപ്പം ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ ഇന്ത്യയാണ്. അവർ ഈ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിന് ഒരിക്കലും ഭൂഷണമല്ല. അങ്ങ് തിരുത്തണം. രാജ്യദ്രോഹികളല്ലവർ, അവർ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ ഈ നാടിനു വേണ്ടി പോരാടുന്നവരാണ്. അങ്ങ് പറയുന്നത് അങ്ങേയറ്റം തെറ്റായ നിലപാടാണ്. അതോടൊപ്പം ഇത് അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് സവർക്കറും ഗോഡ്സെയും ഹെഡ്ഗവാറുമാണോ സ്വാതന്ത്ര്യ സമര സേനാനി? അല്ല, പിന്നെ ഗോകുലെ നിങ്ങളുടെ നേതാവ് സവർക്കറും ഹെഡ്ഗവാറും ഈ പറഞ്ഞ
വീർ സവർക്കർ ഇവരൊക്കെയാണോ സ്വാതന്ത്ര്യ സമര സേനാനി? അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ. രാജ്യത്തെ ഒറ്റിയവരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് ആ വർത്താനൊന്നും ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾക്ക് അതിനുള്ള ഒരു യോഗ്യതയും ഇല്ല. ഒരു യോഗ്യത RSS ഇല്ല, ABVPക്കും ഇല്ല, ഒരു യോഗ്യതയും ഇല്ല. ബഞ്ച് ഓഫ് തോട്ട്സ് എന്തോ ഈ രാജ്യത്തെ ഏതൊരു കുട്ടിക്കും അതായത് ഇത്തരം നറേഷൻ കൊണ്ടൊന്നും അതിജീവിക്കാനാകില്ല. ചർച്ചയല്ല, ഇനി പ്രവൃത്തിയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ നേരത്തെ ഇവിടെ SFI നേതാവ് സൂചിപ്പിച്ചതുപോലെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, വിദ്യയുടെ ആർത്തികളാണ്, വിദ്യയുടെ ഭിക്ഷക്കാരാണ്. അവർ രാജ്യത്തിൻ്റെ കരുത്താണ്, നെടുന്തൂണാണ്. കതിരിന്മേൽ വളം വെക്കാതെ പിഴുതെറിയണം ഈ ജീർണിച്ച സിസ്റ്റം. അതാണ് ജനാധിപത്യ മാർഗത്തിൽ സമരക്കാർ ആവശ്യപ്പെടുന്നത്. അതിലേക്ക് നീങ്ങേണ്ടി വരും എല്ലാ ഭരണകൂടത്തെ പോലെയും മോദിയുടെ ഭരണകൂടത്തിനും. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.